കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ദാരുണമായ ഒരു അപകടത്തിന്റെ ബാക്കി പത്രമാണ് ഇത്. കൊച്ചിയിൽ ചളിക്കവട്ടത്തെ റേഞ്ച് റോവർ യാർഡിൽ ലോറിയിൽ നിന്ന് ആഡംബരക്കാർ ഇറക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ ഷോറൂം ജീവനക്കാരായ റോഷൻ ആന്റണി സേവ്യറാണ് മരണപ്പെട്ടത്. സാധാരണ ജോലിയിൽ ചെയ്യുന്നത് പോലെ യാർഡിലേക്ക് കാർ ഇറക്കാനെത്തിയായിരുന്നു റോഷൻ. യൂണിയനിലെ തൊഴിലാളികളായ അൻഷാദും അനീഷും ഒപ്പമുണ്ടായിരുന്നു. കോടികൾ വിലമതിക്കുന്ന റേഞ്ച് റോവർ കാർ ഡ്രൈവറായി ട്രക്കിലേക്ക് കയറിയ അൻഷാദ് എന്ന കൈത്തറക്ക് തൊഴിലാളി റിവേഴ്സ് ഗിയറിൽ ഇറക്കിയപ്പോൾ ആ സമയത്താണ് നിയന്ത്രണം നഷ്ടപ്പെട്ടതും ഒരാളുടെ ജീവൻ നഷ്ടമായതും. തീർച്ചയായിട്ടും ഒരു ഷോറൂമിലേക്ക് വണ്ടികൾ വലിയ ട്രക്കിൽ കൊണ്ടുവന്നാൽ അത് ചുമന്നിറക്കാൻ പറ്റില്ല, ഓടിച്ചു തന്നെ ഇറക്കണം. എന്നാൽ അതിൽ പരിശീലനം ലഭിച്ചവരാണ് അത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ അപകടവും അതിനെ തുടർന്നുണ്ടായ മരണത്തിനും ആരാണ് യഥാർത്ഥ ഉത്തരവാദികൾ? എങ്ങനെയാണ് ആ കാറിന് ഇനി ഇൻഷുറൻസ് ലഭിക്കുന്നത്? മരണപ്പെട്ട ജോലിക്കാരന്റെ വേണ്ടപ്പെട്ടവർക്ക് എങ്ങനെയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത്? ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് യൂണിയൻ എന്ന പേരിൽ നടത്തുന്ന ഗുണ്ടാപിരിവിന് സമാനമായ നോക്കുകൂലിയിലേക്കാണ്. ഈ കാറുകൾ ഇറക്കേണ്ടത് ആ ട്രക്കിന്റെ ഡ്രൈവറാണ്. ആ വണ്ടിയിൽ കയറി കാറിന്റെ ഡോർ തുറക്കുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം ചെറിയ ഒരു സ്പേസ് മാത്രമേ ആ ട്രക്കിൽ ഉണ്ടാകൂ. ആ വാഹനം സ്റ്റാർട്ട് ചെയ്യും മുന്നേ കാറുകളുടെ ബാറ്ററി കണക്ഷൻ നൽകണം. അത് ഡിസ്കണക്ട് ചെയ്യുന്ന നിലയിലാണ് ലോറികളിൽ കയറ്റിക്കൊണ്ടുവരുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ആ ട്രക്കിലെ ഡ്രൈവറാണ്. ഈ കാറുകൾ പുറത്തേക്ക് ഇറക്കാനുള്ള റാമ്പുകൾ സെറ്റ് ചെയ്യുന്നതും അതേ ഡ്രൈവറാണ്. ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ യൂണിയൻ പണിക്കാരൻ നിർബന്ധമായി വണ്ടിയിലേക്ക് കയറി അത് ഓടിക്കുന്നത്. ആഡംബര കാറുകൾ ഓടിക്കാനുള്ള കൊതി കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരുതരം ധാർഷ്ട്യമാകാം. ഷോറൂം ജീവനക്കാരോ ആ ട്രക്കിന്റെ ഡ്രൈവറോ ഇവരെ പേടിച്ചിട്ട് ഒന്നും പറയാറുമില്ല. ഈ പുത്തൻ കാറുകൾ ഇറക്കുമ്പോൾ ഡ്രൈവറുടെ കയ്യിലുള്ള വാച്ച്, മോതിരം, ശരീരത്തിലുള്ള മറ്റ് മെറ്റൽ പാർട്ടുകളുള്ള ബെൽറ്റുകൾ പോലത്തെ സാധനങ്ങൾ എല്ലാം അഴിച്ചു വെക്കുകയും വേണം. അതൊന്നും ചെയ്യാതെയാണ് ഈ നോക്കുകൂലിക്കാർ ആഡംബര കാർ ഓടിക്കാനുള്ള ആഗ്രഹം കാരണം ചാടി കയറിയിരുന്ന് ഓടിക്കുന്നത്. ഈ വണ്ടി താഴേക്ക് സ്ലിപ്പായി പോകാതിരിക്കാൻ ആ ട്രക്കിൽ ചെറിയ ഹമ്പുകൾ ഉണ്ടാകും. അത് കയറി പോരാൻ വണ്ടി ആക്സിലേറ്റർ കൊടുക്കണം. അവിടെയൊക്കെ പറ്റിയ തെറ്റായിരിക്കാം ഈ വാഹനം അപകടം ഉണ്ടാക്കാനും കാരണം. ഈ യൂണിയൻകാരായ നോക്കുകൂലിക്കാർ ഇത് കൊണ്ടുവരുന്ന ട്രക്ക് ഡ്രൈവറുടെ കയ്യിൽ നിന്നാണ് ഇതിന്റെ കാശ് മേടിക്കുന്നത്. രാത്രിയാണെങ്കിൽ പ്രത്യേക അലവൻസും ഓണത്തിനും വിഷുവിനും പ്രത്യേകവും വാങ്ങിക്കാറുണ്ട്. ട്രാൻസിറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആ കൊണ്ടുവരുന്ന ട്രക്കിൽ വെച്ച് കാർ ഡാമേജ് ആയാൽ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. റോഡിൽ ഇറക്കിയാൽ ആ ഇൻഷുറൻസ് കിട്ടില്ല. ഈ വണ്ടി റോഡിലേക്ക് ഇറങ്ങിയാൽ ഡീലറുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള നമ്പർ പ്ലേറ്റ് വെച്ചാണ് ഓടിക്കേണ്ടത്. അതിന് ഇൻഷുറൻസ് കിട്ടും. എന്നാൽ അത് ഡീലറുടെ എംപ്ലോയീസ് ആണ് ഓടിക്കേണ്ടത്. ചിലപ്പോൾ ഈ കാറുകൾ ട്രക്കിൽ നിന്നും ഇറക്കിയ ശേഷം 1-2 കിലോമീറ്റർ ഓടിച്ചായിരിക്കും യാർഡിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഈ യൂണിയൻകാർ ബലമായി ഈ കാറുകൾ ഓടിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ചെറിയ ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകാറുമുണ്ട്. അതൊക്കെ വളരെ ചെറിയ തുക കൊടുത്ത് ഇവർ തന്നെ ഒതുക്കി തീർക്കാറുമുണ്ട്. എന്നാൽ 4 കോടിയുടെ റേഞ്ച് റോവറിന്റെ ടോട്ടൽ ലോസായ കേസിൽ അത് നടപ്പില്ല. മാത്രവുമല്ല, ഒരാളുടെ മരണത്തിനും ഇവർ ഉത്തരം പറയേണ്ടി വരും. ഈ കാറിന്റെ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ അവസാന തീരുമാനം വന്നാലേ കാര്യങ്ങൾ അറിയാൻ പറ്റും. ട്രാൻസിറ്റ് ഇൻഷുറൻസ് എന്തായാലും കിട്ടില്ല. കാർ ഡീലറിന്റെ ഏതാണ്ട് 4 കോടിയോളം രൂപ അങ്ങനെ സ്റ്റക്കായി കിടക്കും. ഈ കാർ നന്നാക്കിയ ശേഷം പുതിയതാണെന്ന് പറഞ്ഞ് കസ്റ്റമറിന് വിൽക്കാനും കഴിയില്ല. അതും വളരെ പൈസ കുറച്ച് തന്നെ വിൽക്കേണ്ടി വരും. വെറുതെ നിന്ന് നോക്കുകൂലി മാത്രം മേടിക്കുന്നവർക്ക് ആഡംബരക്കാർ കാണുമ്പോൾ തോന്നുന്ന ഒരു ആഗ്രഹം. എട്ടും പൊട്ടും തിരിയാതെ കാണുന്ന സ്ഥലത്തൊക്കെ മാറി മാറി ചവിട്ടി ആ കാർ അതിവേഗതയിൽ ഓടിച്ച് ഒരാൾ കൊല്ലപ്പെട്ടപ്പോഴും നഷ്ടമൊന്നും അവർക്ക് പറ്റിയിട്ടില്ല. അവർ നാളെ വേറെ ലോഡ് ഇറക്കാൻ പോകും, നോക്കുകൂലിയും വാങ്ങും. നഷ്ടം ആ മരണപ്പെട്ട ജോലിക്കാരന്റെ കുടുംബത്തിന് മാത്രമാണ്.